പരിശോധിക്കുകയാണ് ഈ മണിക്കൂറിൽ. ശബരിമല യുവതീ പ്രവേശനം അനുവദിച്ച വിധി തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരി. യുവതികൾക്ക് പ്രവേശനം അനുവദിച്ചാൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ആരാധനാ സ്വഭാവം മാറും. വിശ്വാസ വിഷയങ്ങളിൽ കോടതികൾ ഇടപെടരുത് എന്നും കേന്ദ്രം കോടതി അറിയിച്ചു. ഷപ്ന വിവരങ്ങളുമായി നമുക്കിപ്പം തത്സമയം ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ഷപ്ന, കേന്ദ്രം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ? സേതു, ഇന്നിപ്പോൾ ഭരണഘടനാ ബെഞ്ചിന് മുമ്പാകെ ഈ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണനയ്ക്ക് എത്തുന്നതിനും തൊട്ട് മുമ്പാണ് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഇത്തരത്തിലുള്ള വാദങ്ങൾ എഴുതി നൽകിയിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ കോടതിയിൽ ആദ്യഘട്ടം മുതൽ നിലപാടെടുക്കുന്നത് ശബരിമലയിലെ സ്ത്രീ പ്രവേശനം അനുവദിക്കരുത് എന്ന് തന്നെയായിരുന്നു. അതുതന്നെയാണ് ഇപ്പോഴും ഈ വാദത്തിൽ എഴുതി നൽകിയിട്ടുള്ളത്. ശബരിമലയിലെ അയ്യപ്പൻ ബ്രഹ്മചാരിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സ്ത്രീകളുടെ പ്രവേശനം, അതായത് ഒരു പ്രത്യേക പ്രായപരിധിയിൽ സ്ത്രീകളുടെ പ്രവേശനം അനുവദിക്കാൻ പറ്റില്ല. അത് ആചാരത്തിന്റെ പ്രശ്നമാണ്. അത് ലിംഗവിവേചനമായി കണക്കാക്കേണ്ടതില്ല. ആചാരപരമായി നൂറ്റാണ്ടുകളായി സംരക്ഷിക്കുന്ന വിശ്വാസപരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള 2018 വിധി തെറ്റാണ് എന്ന് കോടതിയിൽ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നു. 254 പേജുള്ള വാദങ്ങളാണ് ഇപ്പോൾ സോളിസിറ്റർ ജനറൽ കോടതിയിൽ എഴുതി നൽകിയിട്ടുള്ളത്. ഏതായാലും സംസ്ഥാന സർക്കാരും ഈ ആചാരത്തിൻ്റെ കാര്യങ്ങൾ കോടതിയെ അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡും സമാനമായ നിലപാട് അറിയിച്ചിരുന്നു. തന്ത്രിയും കേന്ദ്ര സർക്കാരിൻ്റെ അതേ നിലപാടാണ് തന്ത്രിയും കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ തന്നെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിൻ്റെ മുമ്പാകെയാണ് ഈ ഹർജികൾ പരിഗണനയ്ക്ക് എത്തുന്നത്. 9 അംഗ ഭരണഘടനാ ബെഞ്ചിനെ കഴിഞ്ഞ ദിവസം തന്നെ രൂപീകരിക്കുകയും അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ കഴിഞ്ഞ മാർച്ച് 14 സംസ്ഥാന സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും ഇതിൽ വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടിരുന്നതാണ്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ അന്ന് വിശദീകരണം നൽകാൻ കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞിരുന്നില്ല. ഇന്നാണ് ഇപ്പോൾ ഈ സോളിസിറ്റർ ജനറൽ ഇത്തരത്തിലുള്ള വിശദീകരണം എഴുതി നൽകിയിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് ഏതായാലും നേരത്തെ തന്നെ വ്യക്തമായിരുന്നതാണ്. അത് ഒന്നുകൂടി ആവർത്തിച്ചിരിക്കുന്നു. ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിധിയെ ഒട്ടും അനുകൂലിക്കാൻ പറ്റുന്നതല്ല എന്ന് കേന്ദ്ര സർക്കാർ നിലപാടെടുത്തിരിക്കുന്നു. അത് ആചാരത്തിൻ്റെ പ്രശ്നമാണ്. ആചാര വിഷയങ്ങളിൽ കോടതികൾ ഇടപെടരുത് എന്ന നിലപാട് അതിപ്പോൾ കേന്ദ്രവും സംസ്ഥാനവും ദേവസ്വം ബോർഡും എല്ലാം. ഏറ്റവും പ്രധാനം ഇപ്പോൾ ഷബ്ന തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്നിപ്പോൾ ഭരണഘടനാ ബെഞ്ചിന്റെ മുൻപാകെ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ എത്തുകയാണ്. ആ ഘട്ടത്തിലാണ് കേന്ദ്രം ഈ നിലപാട് സുപ്രീം കോടതിയെ അറിയിച്ചതും.